ഡിയർ ഫ്രണ്ട്സ്, സ്പാർട്ടക് ഇലക്ട്രോണിന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതൊരു ഇൻവേർട്ടർ ആണ്. സൈൻ വേവ് ഇൻവേർട്ടർ ആണ്. ഇതിനകത്ത് ഓവർ ഹീറ്റ് വരുന്ന സമയത്ത് ഇതിലുള്ള ചൂടിനെ ഒഴിവാക്കിയിടാൻ വേണ്ടി ഒരു കൂളിംഗ് സിസ്റ്റം ഇല്ല. ഇതേപോലെയുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഓവർ ചൂട് വരുന്ന സമയത്ത് ഈ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ആവശ്യത്തിന് കൂളിംഗ് ആയി കഴിഞ്ഞാൽ തനിയെ കട്ടാവുകയും ചെയ്യുന്ന ഒരു ഫാൻ സാധാരണ ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കൂളിംഗ് സിസ്റ്റം ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ഹീറ്റ് ആവുന്ന സമയത്ത് ഓൺ ആവുകയും ആവശ്യത്തിന് കൂളിംഗ് ആയി കഴിഞ്ഞാൽ തന്നെ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് ഫാൻ നമുക്കിതിൽ എങ്ങനെ, ഒരു എക്സോസ്റ്റ് ഫാൻ എങ്ങനെ നമുക്കിതിൽ പിടിപ്പിച്ചെടുക്കാമെന്നതിനെ പറ്റിയാണ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. കൺസെപ്റ്റ് ഇതേപോലെയുള്ള 4 സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഫാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം നമുക്ക് വേണ്ടത് IRF Z44 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ് വേണ്ടത്. ഒരു മോസ്ഫെറ്റ് ആണ് ഈ സാധനം. അപ്പം ഇതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 3 കാലുള്ള ഒരു മോസ്ഫെറ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഉള്ളൊരു NTC തെർമിസ്റ്റർ ആണ്. ഇത് 10K വരുന്നതാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. അങ്ങനത്തെ ഒരു തെർമിസ്റ്റർ ആണ് വേണ്ടത്. ഇതിന് നമ്മൾ ഇവിടെ നമ്മൾ ചൂട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ റെസിസ്റ്റർ കുറയുകയും റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പം ഇത് വർക്കിംഗ് ആയി വരുന്നു. അങ്ങനത്തെ ഒരു തെർമിസ്റ്റർ ആണിത്. ഒരു സെൻസർ തന്നെയാണിത്, ഹീറ്റിംഗ് സെൻസർ ആണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ്, എക്സോസ്റ്റ് ഫാൻ. പിന്നെ ഇതേപോലെ 1 കിലോ ഓമിന്റെ ഒരു റെസിസ്റ്റർ ആണ് വേണ്ടത്. അപ്പൊ ഇത്രയും ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ മോസ്ഫെറ്റിന്റെ ആദ്യത്തെ കാല് ഗേറ്റ്, രണ്ടാമത്തെ കാല് ഡ്രെയിന്, മൂന്നാമത്തെ കാല് സോഴ്സ്, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഈ ആദ്യത്തെ ഗേറ്റ് കാലും ലാസ്റ്റത്തെ സോഴ്സ് എന്ന് പറയുന്ന ഈ കാലും തമ്മിൽ നമുക്ക് ഈ 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ വഴി നമുക്ക് ഷോർട്ട് ചെയ്യണം. നമ്മൾ സോൾഡർ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് സോൾഡർ ചെയ്യാം. ആദ്യത്തെ കാലും മൂന്നാമത്തെ കാലും കൂടി സോൾഡർ ചെയ്യാം. ഓക്കെ. ഇനി ഇതിന്റെ നടുവിലത്തെ കാലിലേക്ക് ഈ DC ഫാനിന് 2 വയറുണ്ട്. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഇതിന്റെ നെഗറ്റീവ് വയർ എടുത്തിട്ട് ഇതിന്റെ നടുവിലുള്ള കാലിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യുന്നു. ഇനി ഈ DC ഫാനിന്റെ പോസിറ്റീവ് ലെഗ് എടുത്തിട്ട് ഞാനിവിടെ ഷോർട്ടായിരിക്കാൻ വേണ്ടി സ്ലീവ് ഇടുകയാണ്. ഫാനിന്റെ പോസിറ്റീവ് വയർ എടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ തെർമിസ്റ്ററിന്റെ ഏതെങ്കിലും ഒരു കാലിലേക്ക് സോൾഡർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കാലിൽ ചെയ്താൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. അതിനുശേഷം തെർമിസ്റ്ററിന്റെ മറ്റേ കാലെടുത്തിട്ട് നമ്മൾ ഈ മോസ്ഫെറ്റിന്റെ ആദ്യത്തെ കാലിലേക്ക് തന്നെ സോൾഡർ ചെയ്യുന്നു, അതായത് ഗേറ്റിലേക്ക്. ഓക്കെ, നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു വയറിംഗ് ആണ്. നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാക്കും. ഇത് ഉണ്ടാക്കിയെടുക്കാവുന്ന എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. ഇതില് ഈ മോസ്ഫെറ്റ് ആണ് ഈ കാണുന്നത്, ഈ തെർമിസ്റ്റർ ആണ് ഈ കാണുന്നത്, ഫാനാണ് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുക്കാം.
12 വോൾട്ട് സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ഈ ട്രാൻസിസ്റ്ററിന്റെ ലാസ്റ്റ് കാലിലേക്ക് നെഗറ്റീവ് 12 വോൾട്ട് കൊടുക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത്, അതായത് കറുത്ത വയർ. ഇനി നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത് ഫാനിന്റെ പോസിറ്റീവ് നമ്മൾ ജോയിന്റ് ചെയ്ത ഈ ഭാഗത്തേക്ക് പോസിറ്റീവ് വയറും കൊടുക്കുക ബാറ്ററിയുടെ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ജോയിന്റ് ചെയ്തോടെ ഷോർട്ട് ആയിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്കിത് ബാറ്ററിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫാനിന്റെ വർക്കിംഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫാനിൽ ഇതൊരു വെള്ള സ്റ്റിക്കർ ഒട്ടിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാൻ കറങ്ങുന്നത് കാണണമെങ്കിൽ ഈ വെള്ള സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഫാൻ കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പം ഞാനിതൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുത്ത് നോക്കാം. അതിൽ നമ്മൾ 2 വയർ ആദ്യം എടുത്തിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവും ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുക, നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുക്കുക. ഇത് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്, സ്കൂൾ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കാനും വേണമെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി ചെയ്യാവുന്ന ഒരു സർക്യൂട്ടാണിത്. 4 കമ്പോണൻസ് വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാവുന്ന സർക്യൂട്ടാണ്. ഈ കമ്പോണൻസ് ഒക്കെ നമുക്ക് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് കടയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. കുറഞ്ഞ പൈസയ്ക്ക് തന്നെ ഇതെല്ലാം കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ തെർമിസ്റ്റർ നമുക്ക് ചൂടാക്കി നോക്കാം. ഫാൻ കറങ്ങി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ സോൾഡറിംഗ് വെച്ചാണ് ചൂടാക്കുന്നത്. ചൂട് വന്നപ്പോൾ ഫാൻ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. തെർമിസ്റ്റർ ചൂടായി കഴിയുമ്പോൾ തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് കുറയുകയും അതുവഴി ഈ മോസ്ഫെറ്റിന് വോൾട്ടേജ് കിട്ടുകയും മോസ്ഫെറ്റ് വഴി ഫാനിലേക്ക് വോൾട്ടേജ് ഒഴുകി എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഫാൻ കറങ്ങുന്നു. ഈ തെർമിസ്റ്റർ തണുത്ത് കഴിയുമ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് വീണ്ടും കൂടുകയും ഫാനിലേക്കുള്ള വോൾട്ടേജ് കട്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ സിസ്റ്റം. ഇപ്പോൾ ഇതിന്റെ ഫാനിന്റെ കാറ്റ് കൊണ്ട് തന്നെ തെർമിസ്റ്റർ തണുത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്കുള്ള സപ്ലൈ കട്ടായി. ഇനി വീണ്ടും നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ വീണ്ടും ഫാൻ കറങ്ങുന്നതായിരിക്കും. ഇത് നമ്മൾ ഈ തെർമിസ്റ്ററിന്റെ ഇവിടെ സ്ക്രൂ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇത് നമ്മൾ ചൂടാകുന്ന ഉപകരണങ്ങളിൽ ഇത് സ്ക്രൂ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ICയുടെ ഭാഗത്തൊക്കെ ഇത് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ IC ചൂടാകുന്ന സമയത്ത് ഈ ഫാൻ വർക്ക് ചെയ്ത് ICയിലേക്ക് ആവശ്യത്തിന് കൂളിംഗ് എത്തുന്നതായിരിക്കും. നമുക്കിത് ഇൻവെർട്ടറിന്റെ അകത്ത് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിത് ഇൻവെർട്ടറിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫാൻ ഞാനിവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. 4 സ്ക്രൂ ചെയ്തിട്ട് ഇവിടെ ഉറപ്പിച്ചു. അതിന്റെ ഹീറ്റ്സിങ് ഇതാണ് ICകൾ വരുന്നത്. ഈ ICകൾ ചൂടായി പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻ കൊടുക്കുന്നത്. അപ്പം ICയുടെ ഹീറ്റ്സിങ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. IC ചൂടാകുന്ന സമയത്ത് ഫാൻ കറങ്ങുകയും IC തണുക്കുന്ന സമയത്ത് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ഈ മോസ്ഫെറ്റ് ഞാൻ ഇതിന്റെ ബോഡിയിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ്. അപ്പൊ അത് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതേപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ബോഡിയിൽ ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പശ ഇടണം. ഇതേപോലത്തെ ഹീറ്റിംഗ് പേസ്റ്റ് ഇടണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചൂട് കുറെ ബോഡിയിലായിട്ട് കോണ്ടാക്ട് വന്നിട്ട് ചൂട് കുറെ ഒഴിവായി പോകും. ഇത് നന്നായിട്ട് ചൂടായി പോകുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്കിതിവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. നട്ട് ബോൾട്ട് ഇട്ട് ഉറപ്പിച്ചു. ഇനി ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ ഈ ICകളുടെ ഏതെങ്കിലും ഒരു സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ക്രൂ അഴിച്ചെടുക്കാം. ICകൾ ഏതെങ്കിലും ഒരു IC, ഇവിടെ 3 IC ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ICയുടെ സ്ക്രൂ അഴിച്ചെടുക്കുക. ഇതെല്ലാം ഈ ഭാഗം മൊത്തം ചൂടാകുന്നതാണ്. അപ്പൊ അവിടേക്ക് നമ്മളിത് ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ഉറപ്പിച്ച് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇനി ഈ ICകൾ ചൂടാകുന്ന സമയത്ത് ഈ സെൻസർ തന്നെ കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഫാനിലേക്കുള്ള വോൾട്ടേജ് കിട്ടും. അത് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കാം. അത് നമ്മൾ ഇൻവേർട്ടറിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന്
ഇൻവേർട്ടറിലേക്ക് വരുന്ന ഈ രണ്ട് വയർ ഉണ്ടല്ലോ, ബ്ലാക്ക് റെഡ്, അതില് നെഗറ്റീവ് ബ്ലാക്കിൽ കൊടുക്കാം, പോസിറ്റീവ് റെഡിലും കൊടുക്കുക. ഈ പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. ആ ഫ്യൂസ് നോക്കി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് പോവുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ കത്തലുണ്ടാവില്ല. അപ്പോൾ അത് ഫ്യൂസ് വഴി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഐസി ചൂടാകുമ്പോൾ ഫാൻ തന്നെ വർക്കായിക്കോളും. അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.